നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, സന്തോഷം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കേന്ദ്രത്തിൽ നിന്ന് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. സാഹചര്യങ്ങൾ, ശാരീരികവും മാനസികമായിട്ടുള്ള കഴിവ്, പ്രവർത്തന മേഖല, ഇതെല്ലാം ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ ഓരോ ഏജ് പീരീഡിനനുസരിച്ച് സന്തോഷത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ കാരണങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് വ്യക്തിയെ സംബന്ധിച്ചും പ്രവർത്തന മേഖല അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറുന്നുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ച് പ്രതിസന്ധികളും സംഘർഷങ്ങളും, അതല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ആത്മവിശ്വാസക്കുറവ്, സ്ഥിരമായിട്ടുള്ളൊരു സന്തോഷമില്ലായ്മ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിന് കാരണം? അതുപോലെ ഹെൽത്ത് പരമായിട്ടുള്ള, സൈക്കോളജിപരമായിട്ടുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വ്യക്തിക്കും ഓരോ കേന്ദ്രമുണ്ട്. ശരീരവും മനസ്സും നിരന്തരം ആ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് നിന്നേ പറ്റൂ. അപ്പോൾ അവിടെ നിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷൻ അല്ല കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നതെങ്കിൽ മനസ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സന്തോഷക്കുറവും ആത്മവിശ്വാസക്കുറവും ഒക്കെ ഫീൽ ചെയ്യും. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട്, സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പഠനമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, സ്മാർട്ട് വർക്ക് ചെയ്യുന്നു, അവരുടെ സന്തോഷവും ആത്മവിശ്വാസവും അതിനകത്തായിരിക്കുന്നത്. എന്നാൽ അതിന് പകരമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരലസതയും മടിയും കാണിച്ചിട്ട് ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റ് സാഹചര്യത്തിനകത്ത് നിരന്തര സന്തോഷം തേടുന്ന ഒരു മനസ്സ്, അതിന് നിരാശയും ആത്മവിശ്വാസക്കുറവും വരാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇവിടെ ആ വ്യക്തിയുടെ സാഹചര്യത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് പഠനമാണ്. അതിൽ നിന്നും എത്രത്തോളം അകന്നു പോകുന്നു, കേന്ദ്രത്തിൽ നിന്നും എത്രത്തോളം അകന്നു പോകുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നു, അത്രത്തോളം നിരാശനാകാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. എന്നാൽ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ സമയം ക്രമപ്പെടുത്തി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ അവിടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അപ്പോൾ എന്താണ് ലക്ഷ്യമെന്നും എന്താണ് പ്രവർത്തന മേഖലയെന്നും ഒരു ധാരണയുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. നമ്മൾ താമസിക്കുന്ന വീട്, സ്ഥലം, പരിസരം നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ പ്രവർത്തന മേഖല, ജോലി നമ്മുടെ കേന്ദ്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യം അതൊരു കേന്ദ്രമാണ്. മനസ്സിൻ്റെ ആരോഗ്യം അത് മറ്റൊരു കേന്ദ്രമാണ്. അതിനകത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ വരും, ലക്ഷ്യങ്ങൾ വരും, ഇമോഷണൽ ഫീലിങ്സുകൾ വരും, ആറ്റിറ്റ്യൂഡ് വരും. ഇതെല്ലാം ചേരുമ്പോഴാണ് മാനസികമായിട്ടുള്ളൊരു കേന്ദ്രം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ എത്രത്തോളം ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടുന്നുണ്ട്, ഒരു എനർജി കിട്ടുന്നുണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ നമ്മുടെ കേന്ദ്രത്തെ മറന്നുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തിൻ്റെ സാഹചര്യം സൃഷ്ടിക്കാം. എന്നാൽ സാഹചര്യവശാൽ വീണ്ടും നമ്മൾ തിരിച്ചു വരാൻ ബാധ്യസ്ഥനാവുകയാണ്. അപ്പോൾ നിരന്തര സന്തോഷത്തിന് വേണ്ടി തേടുന്ന ഒരു മനസ്സ് ഈ ഒരു കാര്യത്തിനകത്ത് ബോധവാനാകണം. അതുകൊണ്ട് ഒരു വ്യക്തി അവൻ്റെ സാഹചര്യത്തിൻ്റെ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട്, കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട് സംതൃപ്തനാണെങ്കിൽ മറ്റേത് കാര്യത്തിനകത്താണെങ്കിലും എവിടെ പോയാലും സന്തോഷം കണ്ടെത്താൻ പറ്റും. നന്നായിട്ട് പഠിച്ചിട്ട് കുറച്ച് സമയം കളിക്കുമ്പോൾ കിട്ടുന്ന ഒരാനന്ദം, കുറച്ച് ദിവസം നന്നായിട്ട് ജോലി ചെയ്തിട്ട് ഒരു ദിവസം ടൂർ പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതുപോലെ സാമ്പത്തികം നല്ലതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും ചെലവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം. അതുകൊണ്ട് സന്തോഷമാണെങ്കിലും ആത്മവിശ്വാസമാണെങ്കിലും സമാധാനമാണെങ്കിലും അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി അവൻ്റെ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്, അതിനെ പോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി തൽക്കാലത്തേക്കുള്ള സന്തോഷത്തിൻ്റെ സാഹചര്യം മാത്രം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിരാശ വരാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുപോലുള്ള ഹെൽത്ത് പരമായിട്ടുള്ള വീഡിയോകൾക്ക്, സൈക്കോളജി പരമായിട്ടുള്ള വീഡിയോകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.